നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് യൂസിങ് LEDs എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് വിർച്വൽ ലാബ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മൊബൈൽ ഫോണിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അത് മോഡേൺ ഫിസിക്സ് ലാബിലാണുള്ളത്. ഈ ഫിസിക്കൽ സയൻസസ് വി ലാബിലെ മോഡേൺ ഫിസിക്സ് ലാബ് ഇതിലാണുള്ളത്. അപ്പോൾ ഈ മോഡേൺ ഫിസിക്സ് ലാബ് സ്പോൺസർ ചെയ്യുന്നത് അമൃത വിശ്വവിദ്യാപീഠമാണ്. അപ്പോൾ ഇതിൻ്റെ തിയറി പ്രൊസീജിയറൊക്കെ നമ്മൾ അമൃതയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അമൃത വി ലാബ് എന്ന് നിങ്ങൾ ഒന്ന് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ സിമുലേറ്ററും ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള സെയിം സിമുലേറ്റർ തന്നെയാണ്. കുറച്ചും കൂടെ റീഡിങ് എടുക്കാനുള്ള കോളംസും കൂടെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ ലോഗിൻ ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലാഷ് പ്ലെയർ നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തിയറി പ്രൊസീജിയറൊക്കെ ആ സൈറ്റിൽ നിന്ന് നോക്കിയിട്ട് സിമുലേഷൻ നമ്മൾ ഈ വി ലാബിൻ്റെ സൈറ്റിൽ നിന്ന് ചെയ്യാം. അപ്പോൾ അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ അമൃത വി ലാബ് എന്ന് ജസ്റ്റ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രൗസറിൽ അമൃത വി ലാബ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫിസിക്കൽ സയൻസസ് നേരിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അമൃതയുടെ വി ലാബ് ചൂസ് ചെയ്തിട്ട് ഫിസിക്കൽ സയൻസസും ചൂസ് ചെയ്യാം. അപ്പോൾ അമൃതയിൽ നിന്ന് ഫിസിക്കൽ സയൻസസ് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് മോഡേൺ ഫിസിക്സ് ലാബ് തന്നെ കാണാൻ പറ്റും. അതിൽ ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് തിയറി കാണാൻ പറ്റും, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ തിയറി. അതായത് നമ്മൾ ഒരു LED കണക്ട് ചെയ്യാണ്. അപ്പോൾ LED കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. അപ്പോൾ LED ഗ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോൺ എനർജി, ക്വാണ്ടം എനർജി hν is equal to eV0 പൊട്ടൻഷ്യൽ എനർജിക്ക് ആവുമ്പോഴാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ hν പകരം hc/λ കൊടുക്കാം. eV0 eV = hc/λ. അവിടുന്ന് നമുക്ക് ലാംഡയ്ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. V നമ്മൾ മെഷർ ചെയ്യും. അതായത് എപ്പോഴാണോ LED ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ വിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. അവിടുന്ന് നമുക്ക് 1/λ വേഴ്സസ് V ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്കിതിന്ന് കാണാൻ പറ്റും. hc/e ആണ്. സിയും ഇയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടുന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തിയറി ഇതിൽ കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഈ സിമുലേറ്റർ ആദ്യം ഇതേപോലെ കണക്ട് ചെയ്യുക. അതുപോലെ കോളം ഇതിൻ്റെ നീ വോൾട്ടേജ്, അതായത് LED ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എടുക്കാനാണ് ലാംഡ. ചിലതിൻ്റെ കേസിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഈ എമ്മീറ്റർ ഇവിടെ ആവശ്യമില്ല, കാരണം കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നില്ല. ലാബിലും നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ടിനെ തരുന്നത്. പക്ഷേ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കോളംസും റിയൽ ലാബിൽ വിർച്വൽ ലാബിൻ്റെ പ്രൊസീജിയർ വേറെ കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ റിയൽ ലാബ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണാം ഈ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ. അതുപോലെ സിമുലേറ്റർ കിട്ടണമെങ്കിൽ ഇത് ലോഗിൻ ചെയ്യണം. കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കാണാൻ പറ്റും. ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സെൽഫ് ഇവാലുവേഷനിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തിയറി പ്രൊസീജിയറൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നോക്കാം. സിമുലേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യണം. ഇവിടെ ലോഗിൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. പ്ലസ് ഫ്ലാഷ് പ്ലെയറും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സിമുലേറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ സിമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വി ലാബിൻ്റെ സൈറ്റിലേക്ക് പോവാം. ഇത് അമൃതയുടെ വി ലാബാണ്. അവിടെ വി ലാബിൻ്റെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള സൈറ്റിലേക്ക് പോവാം. അപ്പോൾ വി ലാബിനകത്ത് ഞാൻ മോഡേൺ ഫിസിക്സ് ലാബ് ചൂസ് ചെയ്യുകയാണ്. മോഡേൺ ഫിസിക്സ് ലാബിൽ ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ക്ലിക്ക് ഹിയർ ഫോർ സിമുലേറ്റർ. അത് ലോഡ് ചെയ്യുന്നു. എന്നിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ കണക്ഷൻ, അതായത് നമ്മൾ ജസ്റ്റ് എവിടെയാണോ ഇപ്പോൾ ഈ റിയോസ്റ്റാറ്റിൻ്റെ
ഈ വേരിയിങ് എൻഡിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, സർക്യൂട്ടിൽ നോക്കുക അമ്മീറ്ററിലേക്കാണ്. അപ്പോൾ അതനുസരിച്ച് ജസ്റ്റ് അതിനനുസരിച്ച് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണക്ഷൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കണക്ഷൻ ചെയ്തു, അതുപോലെ ബാക്കിയുള്ള കണക്ഷൻസും നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് എൻഡിൽ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സൂക്ഷിച്ച കറക്റ്റ് എൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇൻസേർട്ട് കീ, ഇതിൽ കീ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് കീ. ഇനി നമുക്ക് റിയോസ്റ്റാറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 100 ohm ഓക്കെ ആക്കിയിട്ട് വെക്കാം. അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ഇനീഷ്യൽ പൊസിഷനിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വോൾട്ടിമീറ്ററിൽ വോൾട്ടേജ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് LED ആണ്. അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 650 nanometers ആണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റെഡ് LED, അപ്പോൾ കോളത്തിൽ ലാംഡ എഴുതുക, 1/λ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഈ റിയോസ്റ്റാറ്റ് 0 മാക്സിമം വരെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴാണോ ഈ LED ഗ്ലോ ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആ പൊട്ടൻഷ്യൽ എടുക്കേണ്ടത്. LED ഗ്ലോ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്ലോ ചെയ്യുന്ന പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴൊന്നും ഗ്ലോ ചെയ്യുന്നില്ല. ഗ്ലോ ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാം. ഇത് ഗ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ മുമ്പ് ഗ്ലോ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്ലോ ഇല്ല. അപ്പോൾ എപ്പോഴാണോ ഗ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, 434 406 അപ്പോൾ 430 420 ഒക്കെ നോക്കാം. 400 422 410 ഗ്ലോ ജസ്റ്റ് 428 കുറച്ച് നോക്കുക. 422 424 412 നോക്കാം. തുടങ്ങിയിട്ടില്ല. അപ്പോൾ 12നും 22നും ഇടയിലാണ്. അപ്പോൾ ഏകദേശം എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ 422ന് ഗ്ലോ ഇല്ല. അപ്പോൾ 424ന് കിട്ടിയില്ലേ നേരത്തെ, അത് തന്നെയായിരിക്കും കറക്റ്റ് വാല്യൂ. ഇപ്പോൾ 424ന് ഗ്ലോ ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ അവിടുത്തെ റിയോസ്റ്റാറ്റ് വാല്യൂ അല്ല നോട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ 1.908 വോൾട്ട് കറണ്ട് നോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ റെഡ് LED മാറ്റിയിട്ട് ഗ്രീൻ LED കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം അതിൻ്റെ വേവ് ലെങ്ത്ത് മാറിയില്ലേ. അപ്പോൾ നോക്കുക, 462നൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗ്രീൻ ആകുമ്പം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാ എക്സാക്റ്റ് പൊട്ടൻഷ്യൽ എന്ന് കണ്ടുപിടിക്കുക. ഗ്രീനിനുള്ളത് കണ്ടുപിടിക്കുക, എവിടെയാണത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ പൊട്ടൻഷ്യലാണ് എഴുതേണ്ടത്. 478-നില്ല, 509-നില്ല, 561 ഒക്കെ ആകുമ്പോൾ ഉണ്ട്. അപ്പോൾ 509-ൻ്റെയും 561-ൻ്റെ ഇടയിൽ. അപ്പോൾ അത് നിങ്ങൾ ഷാർപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടുത്തെ ഈ പൊട്ടൻഷ്യലാണ് നോട്ട് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ നീ വോൾട്ടേജ്. അപ്പോൾ അതുപോലെ അത് മാറ്റി യെല്ലോ LED അതും ചെയ്യാം. അപ്പോൾ ഈ 3 കളേഴ്സാണ് വേവ് ലെങ്ത്ത് തന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് 1/λ വേഴ്സസ് പൊട്ടൻഷ്യൽ നീ വോൾട്ടേജ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഗ്രീൻ LED അതിൻ്റെ വേവ് ലെങ്ത്ത് തന്നിട്ടില്ല, ബ്ലൂ LED അതിൻ്റെ വേവ് ലെങ്ത്ത് തന്നിട്ടില്ല, ഇൻഫ്രാറെഡ് LED. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വേവ് ലെങ്ത്ത് ബ്ലൂ LEDൻ്റെ കേസിലാവുമ്പം നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഗ്രാഫിൽ നിന്ന് ഈ 1/λ വേഴ്സസ് V, ഇതിൻ്റെ V അറിയാം, സ്റ്റോപ്പിംഗ് അല്ല സ്റ്റാർട്ടിംഗ് പൊട്ടൻഷ്യൽ, നീ വോൾട്ടേജ് അറിയാം. നീ വോൾട്ടേജിൽ നിന്ന്
നമ്മൾ ജസ്റ്റ് ആ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് 1/λ കിട്ടും. വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയും ചെയ്യാം ആ പെർട്ടിക്കുലർ LED-യുടെ. ഇപ്പോൾ ബ്ലൂ 664 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 630 583 545 അപ്പോൾ 545 583 ഇടയിൽ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇനിയുള്ളത് ഇൻഫ്രാറെഡ് LED ആണ്. ഇൻഫ്രാറെഡ് LED നമുക്കറിയാം, അത് നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ കളറല്ലേ, നമുക്ക് വിസിബിൾ റീജിയനിലുള്ള കളേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഫ്രാറെഡ് LED-യുടെ കേസിൽ നമുക്ക് എപ്പോഴാണ് ഗ്ലോ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്രാറെഡ് LED യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാരണ ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ ആ കളേഴ്സാണ് യൂസ് ചെയ്യുക കേട്ടോ. വൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം വൈറ്റ് ലൈറ്റ് നമുക്കറിയാം മോണോക്രോമാറ്റിക് അല്ല, എല്ലാ കളേഴ്സും ഉള്ളത് കൊണ്ട് നമ്മളതിൻ്റെ വേവ് ലെങ്ത് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കളേർഡ് LEDs ആണ് നമ്മൾ ലാബിൽ ചെയ്യാം. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് LED-യുടെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഗ്ലോ ചെയ്യുന്നത് കാണില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഈ എമ്മീറ്ററാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, അമ്മീറ്ററിൽ കറണ്ട് 0 ആണ്. എപ്പോഴാണോ അമ്മീറ്ററിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴാണ് അതിൻ്റെ പെർട്ടിക്കുലർ നീ വോൾട്ടേജ് കിട്ടുക. ഇത് 0 ആണ്. 224 331 ഉണ്ട്, കുറച്ച് താഴെയുള്ള വാല്യൂ 323 ഉണ്ട്, 276 ഉണ്ട്, 240 ഇല്ല, 268 ഉണ്ട്, 234 ഇല്ല കേട്ടോ, 240 ഇല്ല, 244 ഇല്ല, 248 ഇല്ല, 252 ഉണ്ട്. അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് നീ വോൾട്ടേജ് നോട്ട് ചെയ്യുക 1.134. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ വേവ് ലെങ്ത് നമ്മൾ ചെയ്തതിൽ വേവ് ലെങ്ത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇൻഫ്രാറെഡ് ആണ്, അതായത് എനർജി ഏറ്റവും കുറവുള്ളത്. അപ്പോൾ വേവ് ലെങ്ത്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ എനർജി കുറയുമ്പോൾ ഈ നീ വോൾട്ടേജും കുറയും. അപ്പോൾ നീ വോൾട്ടേജ് മിനിമം നമുക്ക് ഇൻഫ്രാറെഡിനായിരിക്കും കിട്ടുക, മാക്സിമം നീ വോൾട്ടേജ് ബ്ലൂ LED-ക്കായിരിക്കും കിട്ടുക. ഇതെല്ലാ LED-ക്കും റിപ്പീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ നിന്ന് ഇയുടെയും സിയുടെയും വാല്യൂ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഫ്രാറെഡ് LED-യുടെ വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാം. അതുപോലെ നമുക്കൊരു അൺനോൺ വേവ് ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത്ത് തന്നിട്ടില്ല, അതായത് ബ്ലൂവിൻ്റെ തന്നിട്ടില്ല. ബ്ലൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം ഗ്രാഫിൽ നിന്ന്. അപ്പോൾ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ് വരിക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നീ വോൾട്ടേജിൻ്റെ നേരെയുള്ള 1/λ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ലാംഡ കിട്ടും. അത് ബ്ലൂവിൻ്റെയും അതുപോലെ ഇൻഫ്രാറെഡിൻ്റെയും വേവ് ലെങ്ത്ത് കാണാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറ്റുവാണെങ്കിൽ അമൃതയുടെ സൈറ്റിലൊന്ന് ലോഗിൻ ചെയ്തോളൂ കേട്ടോ. ലോഗിൻ ചെയ്ത് ഫ്ലാഷ് പ്ലെയർ ചില ഫോണിൽ ഫ്ലാഷ് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഈ VLab യൂസ് ചെയ്തിട്ട് തന്നെ സിമുലേഷൻ ചെയ്യാം. അപ്പോൾ അമൃതയുടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളാവും. അപ്പോൾ വാല്യൂ ഓട്ടോമാറ്റിക്കലി അതിൽ നമുക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മാനുവലി വാല്യൂ എടുക്കണ്ട. അപ്പോൾ അതാണ് അതിൻ്റെ ലോഗിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, താങ്ക് യു.